ഈ ബന്ദികളുടെ പേര് നൽകാത്തത് മാത്രമാണ് ഇതിന് പിന്നിലെ അല്ലെങ്കിൽ ഈ കരാർ നടപ്പിലാക്കാത്തതിന് പിന്നിലെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നീങ്ങുന്നു. ആ പറഞ്ഞ സമയം, അതായത് പ്രാദേശിക സമയം അവരുടെ 8:30, ആ 8:30-ക്ക് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുകയാണ്. അതാണ് ശക്തമായ ഒരു സന്ദേശം ഇസ്രായേൽ നൽകുന്നു എന്ന കാര്യം ഇവിടെ അടിവരയിട്ട് പറയേണ്ടതുണ്ട്. കാരണം പ്രാദേശിക സമയം രാവിലെ 8:30-യോടെ വെടിനിർത്തൽ നടക്കും എന്നായിരുന്നു ധാരണ. ഇതിന് പല ഉപാധികൾ വെച്ചിരുന്നു, ഇതിന് പല മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം ഇതിനെ സംബന്ധിച്ച് ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്ന് ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ളത് അവരുടെ 33 ബന്ദികളെ വിട്ടയക്കുമെന്നായിരുന്നു. ഒപ്പം ഇസ്രായേലിൻ്റെ തടവറയിലുള്ള 1000-ഓളം വരുന്ന പലസ്തീനികളെയും വിട്ടയക്കാൻ ഇസ്രായേൽ സന്നദ്ധമായിരുന്നു. അവരുടെ 33 ബന്ദികളെ, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന 33 ബന്ദികളെ വിട്ടയക്കണമെന്നാണ് അവർക്ക് ഒരു ആവശ്യമായി ഉണ്ടായിരുന്നത്. ഇതിൽ മാത്രമല്ല 34 ബന്ദികൾ നേരത്തെ മരിച്ചതായാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. അതുകൂടാതെയുള്ള ബാക്കി വരുന്ന ബന്ദികളിൽ 33 പേരെ ആദ്യം തന്നെ വിട്ടയക്കണം എന്നൊരു ആവശ്യമാണ് അവർ പ്രധാനമായി ഉന്നയിച്ചിരുന്നത്. ഈ ബന്ദികളെ വിട്ടയക്കുന്നതിന് 24 മണിക്കൂർ മുമ്പേ വിട്ടയക്കുന്ന ബന്ദികളുടെ പേര് വിവരങ്ങളും അത് സംബന്ധിച്ച വിശദാംശങ്ങളും നൽകണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. അതും ഇതിൽ ഒരു സുപ്രധാനമായ ഒരു വ്യവസ്ഥയായിരുന്നു. ഏതായാലും ഈ വ്യവസ്ഥ അംഗീകരിച്ചിട്ടില്ല എന്നായിരുന്നു ഇസ്രായേൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഹമാസ് പറയുന്നത് ഒരു സാങ്കേതികമായ ഒരു പ്രശ്നം മാത്രമാണ്, അത് നൽകാൻ കഴിയുന്നതാണ്, അത് വൈകിയതിൻ്റെ ഒരു ന്യായീകരണം അവർ വയ്ക്കുന്നു. പക്ഷേ ആ ന്യായീകരണം ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല കൃത്യം 12 മണിക്ക് തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നോർത്തേൺ സെൻട്രൽ ഗാസയിൽ ഒരു അപ്രതീക്ഷിതമായ ആക്രമണം നടത്തുന്നു. അത് പീരങ്കികൾ ഉപയോഗിച്ചാണ് ആക്രമണം നടന്നത്. ഒപ്പം തന്നെ വ്യോമാക്രമണവും നടന്നു. ഒന്നിലധികം സ്ഥലങ്ങളിലേക്ക് ഈ ആക്രമണം ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ മിലിറ്ററി വ്യക്തമാക്കുന്ന, ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് അത് ഈ ആക്രമണം തുടരും എന്നതാണ്. ഹമാസ് എത്രയും പെട്ടെന്ന് ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായുള്ള വാഗ്ദാനങ്ങൾ എത്രയും പെട്ടെന്ന് പാലിക്കണം. സാങ്കേതികത്വം പറഞ്ഞ് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഹമാസിനാകില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. തങ്ങളെ വഞ്ചിച്ചു എന്ന ഒരു നിലപാടാണ് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഈ കാര്യം വ്യക്തമായി പറയുന്നു. പ്രധാനമന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശം, അതായത് ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശമുണ്ട്. ഹമാസ് ശരി മനു, എന്തായാലും അതാണ് സമാധാനം പുലരുമെന്ന് കരുതിയെടുത്ത് വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു ഗസയിൽ എന്നാണ്. 3 പേർ മരിച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. എന്തായാലും സമാധാന കരാറിന്റെ കാര്യത്തിൽ ഇനി എന്താണ് നടക്കുക എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. ഈ അവസ്ഥയിൽ ഇനിയുള്ള ഹമാസിന്റെ അടിക്കടി തിരിച്ചടി എന്ന രീതിയാണ് നമ്മൾ കഴിഞ്ഞ 15 മാസമായി അവിടെ കാണുന്നത്. ഇനിയൊരു തിരിച്ചുള്ള ആക്രമണം ഉണ്ടാകുമോ എന്നൊക്കെ ആശങ്കപ്പെടുകയാണ്.